കൊല്ലം പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലികളെ പിടികൂടാൻ ശ്രമമൂർജിതമാക്കി വനംവകുപ്പ്. കെണിയൊരുക്കുന്നതിന് മുന്നോടിയായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റ് പ്രൊസീജിയർ പ്രകാരം സമിതി രൂപീകരിക്കാൻ നടപടി തുടങ്ങി. അതേസമയം പുലിക്കൂട്ടത്തിൽ പുലിക്കുട്ടികളുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനും തീരുമാനിച്ചു. അപ്പോൾ അതൊരു 5 എണ്ണത്തിൻ്റെ അടുത്തുണ്ട്. കുട്ടികളൊരു 3 എണ്ണം ഉണ്ട്, 2 വലിയതുണ്ട്. ഞങ്ങളൊരു ബായിയാണിത് ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ വൈകിട്ട് ഞങ്ങൾ കണ്ടു, ഫോറസ്റ്റുകാരൊക്കെ വന്ന് നോക്കി. അപ്പോൾ ഞങ്ങളുടെ പൈനാപ്പിൾ തോട്ടത്തിനോട് ചേർന്നാണിത്. ഞങ്ങൾക്കതൊരു പ്രശ്നമാണ്. കാരണം അങ്ങോട്ട് ബായിമാർ കണ്ട കാരണം അങ്ങോട്ട് ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഫോറസ്റ്റുകാരത് എന്താണെന്ന് നോക്കിയിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്. അപ്പം നോക്കിയപ്പോൾ ആദ്യം 2 കുഞ്ഞിനെ ഞാൻ കണ്ടത്, അതവിടെ എത്തി നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ 2 വലുത് വന്ന് പോന്നു. ഉണ്ട്. രാവിലെ നടന്ന ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ പേടിയുണ്ട്. കർഷകരുടെയും കുട്ടികളുടെയും ആശങ്കയ്ക്ക് വനം വകുപ്പിന് സ്ഥായിയായി പരിഹാരം കണ്ടേ മതിയാകൂ. മനുഷ്യമൃഗ സംഘർഷ മേഖലകളിൽ സാധാരണ SOP രൂപീകരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ്, NGO സംഘടനകൾ, വെറ്റിനറി സർജൻ, വനം വകുപ്പ്, പോലീസ് തുടങ്ങിയവർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിയാണ് രൂപീകരിക്കുക. ഈ സമിതിയുടെ തീരുമാനപ്രകാരമാകും പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുന്നത്. പൊന്നലൂർ DFO ജയശങ്കർ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് ചിതൽവെട്ടിയിൽ പുലികൾ ഇറങ്ങിയത് സംബന്ധിക്കുന്ന വിശദ റിപ്പോർട്ട് സമർപ്പിച്ചു. CCFന്റെ നിർദ്ദേശപ്രകാരമാണ് SOPക്ക് രൂപം നൽകുന്നത്. അതേസമയം പുലിക്കൂട്ടത്തോടൊപ്പം പുലിക്കുട്ടികൾ കൂട്ടിൽ അകപ്പെട്ടാൽ അവയ്ക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ SOP രൂപീകരിച്ച് പുലിക്കുട്ടികൾ ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമേ കൂട് സ്ഥാപിക്കൂ. പുലിയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് കൂടെത്തിക്കാനുള്ള വഴിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കാൻ ഫാമിംഗ് കോർപ്പറേഷൻ ചിതൽവെട്ടി ഡിവിഷൻ മാനേജർ ഗഫൂറും വനം വകുപ്പിനൊപ്പം പുലിക്കൂട്ടത്തെ കണ്ടതിന് 400 മീറ്റർ അകലെ വരെ സന്ദർശിച്ചു. നിലവിൽ ഈ വഴിയിലെ വീണ മരങ്ങൾ ഉടൻ നീക്കം ചെയ്ത് വഴി സജ്ജമാക്കും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.